കാഞ്ഞങ്ങാട് കല്യാൺ റോഡിൽ തോക്ക് ചൂണ്ടി ക്രഷർ മാനേജറിൽ നിന്നും 10.5 ലക്ഷത്തോളം രൂപ കവർന്ന സംഘത്തെ മണിക്കൂറുകൾക്കുള്ളിൽ പൊക്കി പോലീസ്. ബീഹാർ സ്വദേശികളായ മുഹമ്മദ് ഇബ്രോൺ ആലം, മുഹമ്മദ് മാലിക്, മുഹമ്മദ് ഫാറൂഖ്, അസം സ്വദേശി ധനഞ്ജയ് ബോറ എന്നിവരാണ് അറസ്റ്റിലായത്. ജാസ് ഗ്രാനൈറ്റ്സ് എന്ന ക്രഷറിന്റെ മാനേജർ കോഴിക്കോട് സ്വദേശി രവീന്ദ്രനിൽ നിന്നാണ് സംഘം പണം തട്ടിയെടുത്തത്. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. ബുധനാഴ്ച സന്ധ്യയോടെ സ്ഥാപനത്തിൽ നിന്നും കാഞ്ഞങ്ങാട്ടെ താമസ സ്ഥലത്തേക്ക് പോകുന്നതിനായി തൊട്ടടുത്ത റോഡിലെത്തി ഓട്ടോ കാത്തുനിൽക്കുകയായിരുന്ന രവീന്ദ്രനെ 3 അംഗ സംഘമെത്തി തോക്ക് ചൂണ്ടുകയും ചവിട്ടി നിലത്തിടുകയും തുടർന്ന് പണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ഒരു വാഹനത്തിൽ രക്ഷപ്പെടുകയുമായിരുന്നു. പരാതിയെ തുടർന്ന് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് ഹൊസ്ദുർഗ് പോലീസ് അന്വേഷണം തുടങ്ങി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വാഹനമുപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെട്ടതായി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. കർണാടക പോലീസിൽ വിവരമറിയിച്ചതോടെ അവരും അന്വേഷണം തുടങ്ങി. ഒടുവിൽ മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുഹമ്മദ് ഇബ്രോൺ ആലം, മുഹമ്മദ് മാലിക്, മുഹമ്മദ് ഫാറൂഖ് എന്നിവർ കർണാടക പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. കേസിലെ 4ാം പ്രതിയായ അസം സ്വദേശി ധനഞ്ജയ് ബോറയെ വ്യാഴാഴ്ച രാവിലെയോടെയാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.